ഇന്ന് നമ്മൾ ഈ ഒരു മഴയത്ത് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. വളരെ കുറഞ്ഞ ചേരുവ വെച്ചിട്ടാണ് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മളിതാ ഇതിന് വേണ്ടിയിട്ട് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ബോൺലെസ് ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഒന്ന് നീളത്തിൽ പീസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഇനി കോൺഫ്ലവർ നമ്മൾ ചിക്കൻ്റെ അളവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ സോയാ സോസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് നോക്കിയിട്ട് പിന്നെ കോൺഫ്ലവർ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് വേറെ ഒരു മസാലകളും ചേർത്ത് കൊടുക്കുന്നില്ല, ഇത്രയും തന്നെ മതി. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് ഒരു കോഴിമുട്ടയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അരമണിക്കൂർ സമയമില്ലെങ്കിൽ ഒരു 15 മിനിറ്റ് എങ്കിലും ഒന്ന് മാറ്റി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ അത് ഞാനിവിടെ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇത് എടുക്കുന്നത്. 15 മിനിറ്റിൽ എങ്ങനെയായാലും വെക്കുക, അരമണിക്കൂറൊക്കെ വെച്ചാൽ നല്ലതാണ്. കൂടുതൽ സമയം വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ. ഇനി നമുക്കിത് ഇതിലേക്ക് വേണ്ടത് കുനാഫ ഡോ ആണ്. അപ്പോൾ അതാ ഞാൻ കുനാഫ ഡോ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഓരോ ചിക്കൻ്റെ പീസും എടുത്തിട്ട് ഈ ഒരു കുനാഫ ഡോയിൽ ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. കുനാഫ ഡോ നല്ല സ്റ്റിക്കി ആയിട്ട് തന്നെ നിൽക്കും കേട്ടോ, നമ്മൾ ആ ഒരു മുട്ടയുടെ മിക്സ് ഒക്കെ ഉണ്ടായത് കാരണം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് എല്ലാ പീസുകളും ഒന്ന് കോട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് നല്ല ചൂടായിട്ടുള്ള ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. ഓയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഒരു ലോ മീഡിയം ഫ്ലെയിമിൽ വെക്കുക കേട്ടോ. ഈ ഒരു ചിക്കനൊക്കെ ഒന്ന് കുക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ബോൺലെസ് പീസ് ആയതുകൊണ്ടും അതുപോലെ നമ്മൾ സോയാ സോസൊക്കെ ചേർത്ത് കൊടുത്തത് കാരണം ചിക്കനൊക്കെ പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വരും. അപ്പോൾ ഒരു സൈഡ് റെഡി ആയിട്ട് വരുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാ പീസും ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നാലുള്ള എല്ലാ ഭാഗവും ഒരുപോലെ കളറായിട്ട് നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങുന്ന സമയത്ത് പിന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് കോരിയെടുക്കാം. ഈ ഒരു കളറായിട്ട് വരണം കേട്ടോ, ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്ക് കോരിയെടുക്കാം. ഇനി നമുക്കിത് വെറുതെ കഴിക്കാനാണെന്നുണ്ടെങ്കിലും നല്ല ടേസ്റ്റാണ്, അല്ലെങ്കിൽ ടൊമാറ്റോ സോസിൻ്റെ കൂടെ സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ ഇത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.